ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വളരെ ദൂരെയൊന്നുമല്ല, നമ്മളെ തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാടൊക്കെ ചേരുന്ന ആ ബോർഡർ ഭാഗത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് അമ്പൂരിയാണ്. അമ്പൂരിയിലും പരിസര പ്രദേശത്തുള്ള കുറച്ച് സ്ഥലങ്ങളെ കണ്ടിട്ട് തമിഴ്നാട്ടിലോട്ട് കയറാമെന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. ഈ നെയ്യാർ ഡാമിന്റെ ജലസംഭരണി സ്ഥിതി ചെയ്യുന്നത് കള്ളിക്കാട്, അമ്പൂരി രണ്ട് പഞ്ചായത്തുകളിലൂടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ അമ്പൂരി പഞ്ചായത്തിൽ നിരവധി കടവുകളുണ്ട്. അങ്ങനെ വളരെ ഫേമസ് ആയ ഒരു കടവിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. അമ്പൂരി പഞ്ചായത്തിലെ മായംകടവ്. ഈ കടവ് നിരവധി സീരിയലുകളിലും സിനിമകളിലും റീൽസിലൊക്കെ ചിത്രീകരിച്ച ഒരു സ്ഥലമാണ്. വളരെ മനോഹരമായ, വളരെ സൈലന്റായ ഒരു കടവാണ്. ഇവിടെ വരികയാണെങ്കിൽ ഒന്നുകിൽ രാവിലെയോ വൈകുന്നേരമോ പറഞ്ഞു കേട്ടോ. നട്ടുച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ അക്കരെ മനോഹരമായ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയാണ് പണ്ട് ദൂരദർശനിലെ ജോലിയ സീരിയലൊക്കെ ഷൂട്ട് ചെയ്ത പള്ളിയും പരിസര പ്രദേശങ്ങളെല്ലാം ഇവിടെയാണ് കേട്ടോ. അങ്ങനെ മനോഹരമായ ഒരു കടവാണ് മായംകടവ്. അങ്ങനെ മായംകടവിലെ മനോഹരമായ കാഴ്ചയെല്ലാം കണ്ടതിന് ശേഷം അടുത്ത് ഞങ്ങൾ പോയത് കരിമംകുളം കടവാണ് കേട്ടോ. ഈ പറഞ്ഞതുപോലെ മായംകടവ് പോലെ മനോഹരമായ ഒരു കടവാണ്. അതിലെടുത്ത് പറയാനുള്ളത് ഈ പള്ളിയാണ് കേട്ടോ. മനോഹരമായ ഒരു പള്ളി ഈ കടവിലുണ്ട്. അങ്ങനെ വളരെ ഇവിടെ നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണ്. നമുക്ക് അക്കരെ വേണമെങ്കിൽ വള്ളമുണ്ട്. വള്ളക്കാരുടെ വിളിക്കാനുള്ള ഫോൺ നമ്പരെല്ലാം ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ വിളിച്ച് വേണമെങ്കിൽ നമുക്ക് അക്കരെ പോയിട്ട് തിരിച്ചു വരാം. പക്ഷെ നമുക്ക് അക്കരെ പോയിട്ട് വനത്തിൻ്റെ അകത്തോട്ടൊന്നും കയറാനുള്ള അനുവാദമില്ല. പോയിട്ട് അതേ വള്ളത്തിൽ തന്നെ തിരിച്ചു വരാൻ സാധിക്കും. അങ്ങനെ അടുത്ത് പോയത് പുരുവിമല കടവാണ്. ഇത് ചെറിയൊരു കടവാണ്, എന്നാലും മനോഹരമാണ്. ഇവിടെ നിന്നുള്ള വ്യൂ സൂപ്പറാണ് കേട്ടോ. ഇവിടെ മീൻ വളർത്തുന്നുണ്ട്. ദൂരെ കാണുന്നില്ല, നീല ആ സംഭവം മീൻ വളർത്തുന്ന സംഭവമാണ്. അത് ഗവൺമെന്റ് ആണോ പ്രൈവറ്റ് ആണോ എന്ന് അറിയത്തില്ല. ഇവിടെ വെയിറ്റിംഗ് ഷെഡുണ്ട്. വെയിറ്റിംഗ് ഷെഡുണ്ട്. വള്ളക്കാരൻ്റെ നമ്പർ അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വള്ളം വിളിക്കുമ്പോൾ അത് അക്കരെ ഒരു വള്ളം കിടപ്പുണ്ട് കേട്ടോ. ആ വള്ളം വന്ന് നമ്മളെ കൊണ്ടുപോകും. നമ്മളെ തിരിച്ച് അതേപോലെ ഇങ്ങ് കൊണ്ടുവരും. നമുക്ക് അവിടുത്തെ അക്കരെ പോയി ഇറങ്ങാനോ അല്ലെങ്കിൽ ഉൾവനത്തിലോട്ട് പോകാനൊന്നും ഒരു അധികാരവും ഇല്ല. അനുവാദം വേണം. അതിന് പ്രത്യേക അനുവാദം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ വനമേഖല എന്ന് പറയുമ്പോഴും അങ്ങനെ വന്യജീവികളുള്ള വനമൊന്നും അല്ല കേട്ടോ. ജനവാസമുള്ള ഒരു മേഖല. അവിടെ കൂടുതലും കൃഷിയും വാഴക്കൃഷി, റബ്ബർ അതൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. അല്ല വന്യജീവികളൊന്നും അധികമൊന്നുമില്ല. ഇവിടെ നിന്നുള്ള വ്യൂ മനോഹരമാണ്. നിറയെ മലനിരകളാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞങ്ങൾ വന്നപ്പോഴത്തേന് ഇതേപോലെ പ്രത്യേക അനുവാദമൊക്കെ വാങ്ങിച്ച് അക്കരെ പോയതാണ്. അപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കി അവിടെ നമ്മളെപ്പോലത്തെ ആദിവാസികളെന്ന് പറയുന്ന അങ്ങനെ പ്രത്യേകമൊന്നുമില്ല. നമ്മളെ സാധാരണ പുറലോകത്തുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ അടിപൊളി ടെറസ് വീടും 2 നില വീടൊക്കെ വെച്ച് താമസിക്കുന്നത്. അതുകൊണ്ട് അവിടെ വേറെ വനമേഖല എന്ന് പറഞ്ഞാൽ അവരെ അങ്ങ് ഒഴിവാക്കേണ്ട കാര്യമില്ല. അത് നമ്മളെ നാട് പോലെയാണ്. പിന്നെ ഇപ്പം പ്രത്യേകിച്ച് കുമ്പിച്ചൽ കടവ് വന്നല്ലോ, പറഞ്ഞാണ് മറ്റേ റീൽസിലും വീഡിയോസും വാർത്തയിലൊക്കെ വന്നതാണ്. കുമ്പിച്ചൽ കടവ് വന്നപ്പം ഈ പ്രത്യേക അനുവാദം വേണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അതുവഴി റോഡുണ്ട്. റോഡ് വഴി ഈ പാലത്തൂടെ അക്കരെ കയറി കഴിഞ്ഞാൽ ഈ വനത്തിന്റെ അകത്തൂടെ റോഡുണ്ട്. ഈ റോഡ് ചെന്ന് നമ്മളെ ഈ ആറുകാണി, തമിഴ്നാട്ടിലെ ആറുകാണി, 10 കാണി, അണമുഖം തുടങ്ങിയ സ്ഥലങ്ങളിലോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുമ്പിച്ചൽ കടവിലോട്ട് പോകുന്ന റോഡാണ്. ഈ റോഡ് വളരെ മോശമാണ്. യഥാർത്ഥത്തിൽ കുമ്പിച്ചൽ കടവിൽ പോകുന്ന റോഡ് ഇതല്ല. അമ്പൂരി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് പൂച്ചമുക്ക് എന്നൊരു ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയണം. അല്ലെങ്കിൽ മായത്ത് നിന്ന് പോകുന്ന റോഡാണ് ഈ റോഡ്. ഈ റോഡ് വളരെ മോശമാണ്. പക്ഷെ അമ്പൂരി പൂച്ചമുക്ക് എന്ന സ്ഥലത്തുനിന്നൂടെ വന്ന് ഈ കുമ്പിച്ചൽ കടവ് വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പർ റോഡാണ്. ഇത് നമ്മൾ പിന്നെ ഈ വഴി വന്നത് കൊണ്ടാണ് ഈ റോഡിനെ ആശ്രയിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വളരെ ഫേമസ് ആയ കുമ്പിച്ചൽ കടവിലോട്ടാണ് പോകുന്നത്. കണ്ടോ, ആ ബോർഡ് കണ്ടോ? പുരുവിമല പൂച്ചമുക്ക് എന്നൊക്കെ എഴുതിക്കുന്നത്. അതായത് പൂച്ചമുക്ക് വഴിയാണ് യഥാർത്ഥത്തിൽ ഈ കുമ്പിച്ചൽ കടവിൽ വരേണ്ടത്. ഇവിടെ നിന്ന് ഈ പാലം കയറി അക്കരെ പോയി കഴിഞ്ഞാൽ പുരുവിമല, നമ്മൾ നേരത്തെ കണ്ട കടവ് കണ്ടില്ല, വള്ളമൊക്കെ ഉണ്ടായിരുന്ന കടവ്, അവിടെ പോവാം. പക്ഷേ റോഡ് വഴി പോയിട്ട് തിരിച്ചു വരണം. നമുക്ക് അവിടെ ഇറങ്ങാനൊന്നും അനുവാദമില്ല. അത് ഈ പാലം വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു
അനുവാദം കിട്ടിയത്. പിന്നെ ഇതുവഴി തന്നെ തമിഴ്നാട്ടിലോട്ട് പോവുകയും ചെയ്യാം. ഈ പോകുന്ന വഴിക്ക് ഈ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തോട്ടൊന്നും ഇറങ്ങാനൊന്നും ഒരു അനുവാദം ഇല്ല, നമ്മൾ റോഡിൽ പോയിക്കോണം. ഇതാണ് വളരെ ഫേമസ് ആയ ഈ ഇടയ്ക്ക് ഉദ്ഘാടനം കഴിഞ്ഞ കുമ്പിച്ചൽ കടവ്. ഈ അമ്പൂരി പഞ്ചായത്തിൽ ഒരുപാട് കടവുകൾ ഉണ്ടെങ്കിലും വളരെ ഫേമസ് ആയ ഒരു കടവാണ്. ഒരുപാട് പേർ വള്ളത്തിൽ ആശ്രയിച്ച് അക്കരെ പോകുന്ന ഒരു കടവായിരുന്നു കുമ്പിച്ചൽ കടവ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു പാലം വന്നത് കേട്ടോ. ഈ പാലം ഇപ്പോൾ റീൽസിലൊക്കെ വളരെ ഫേമസ് ആണ്. ഈ പാലവും കാണാൻ വരുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വരരുത്, ഒന്നുകിൽ രാവിലെയോ വൈകുന്നേരമോ, എന്നാലേ ഇതിന്റെ മനോഹരമായ കാഴ്ച ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്നാണ് ഒരുപാട് പേര് ഇപ്പോൾ റീൽസൊക്കെ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയി വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇത് കാണാനായിട്ട്. ഇത് കാണാൻ മാത്രമല്ല, നെയ്യാർ ഡാം, ഈ പറഞ്ഞ കടവുമല്ല, ഒരു ദിവസം യാത്ര പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മൊത്തം കവർ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. എല്ലാം 1-2 കിലോമീറ്റർ വ്യത്യാസങ്ങളേ ഉള്ളൂ. അമ്പൂരിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ് ഈ കുമ്പിച്ചൽ കടവ് പാലം. തേക്കുമല നിവാസികളുടെ വർഷങ്ങളോളമുള്ള ഒരു കാത്തിരിപ്പാണ് കേട്ടോ കാരണം അവരെ ഏത് ആവശ്യത്തിനും അമ്പൂരിയുമായിട്ട് വരുന്നതിന് വള്ളത്തെയായിരുന്നു ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഈ പാലം വന്നപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറി ആൾക്കാർക്ക് പുറലോകവുമായി പോകാനും അവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ട് വരാനും ഒക്കെ സാധിച്ചു. ഇവിടെ നിന്നുള്ള വ്യൂ, കാരണം ഇത് നെയ്യാർ ജലസംഭരണിയാണ്. ഇവിടെ നിന്നുള്ള മനോഹരമായ കാഴ്ച, എനിക്ക് തോന്നുന്നു നെയ്യാറിന്റെ ജലസംഭരണി കാണാൻ തന്നെ മനോഹരമാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ദ്വീപ് പോലത്തെ സംഭവമുണ്ട്. അവിടെ നിന്ന് ഫോട്ടോസ്, വീഡിയോസ്, ഞങ്ങൾ എവിടെ എത്താൻ ഉച്ച സമയമായി കേട്ടോ, അതുകൊണ്ട് തിരക്കില്ലാത്തത്. വൈകുന്നേരമൊക്കെ നല്ല തണുത്ത കാറ്റും നല്ല മനോഹരമായ കാഴ്ചയൊക്കെയാണ്. അപ്പോൾ വൈകുന്നേരം ഒരു 4-5 മണി കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും വളരെ നല്ലത്. ഇവിടെ നിന്നുള്ള വ്യൂ മനോഹരമാണ്. ഈ പാലത്തൂടെ അക്കരെ കയറി കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിൽ പോവാം. തമിഴ്നാട് എന്ന് പറയുമ്പോൾ നമ്മളെ ചെമ്പകപ്പാറ, അവിടെ പോവാം. അതായത് കേരളത്തിലുള്ള ഒരു ചെമ്പകപ്പാറ എന്ന് പറയും. അമ്പൂരിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനമായും കണ്ടിരിക്കേണ്ട വേറൊരു സ്ഥലമാണ് പന്തപ്ലാമൂട് പാലം. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവിടെ കാണാതെ പോകരുത്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇത് നെയ്യാറിന്റെ കരയിൽ കൂടിയുള്ള ഒരു പാലമാണ് കേട്ടോ. ഈ പാലത്തൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കടവുകളിലേക്ക് നടന്നു പോകാവുന്നതാണ്. ഈ കടവിന്റെ ഈ പാലത്തിന്റെ പ്രത്യേകത, ഒരു സമയം ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. ഇതും കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ആനക്കുളം വെള്ളച്ചാട്ടവും ഉണ്ട് കേട്ടോ. ഈ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോഴത്തേനും വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, പക്ഷെ മഴ സമയത്ത് സൂപ്പറാണ്. അപ്പോൾ അതും കാണാം. ഈ 2 സ്ഥലങ്ങളും അടുത്തടുത്ത് തന്നെയാണ്. ഇപ്പം വേനലായതുകൊണ്ട്, മഴ ഇല്ലാത്തത് കൊണ്ടൊന്നും വെള്ളച്ചാട്ടം ഇല്ല കേട്ടോ, വെള്ളച്ചാട്ടം കുറവാണ്. ഇത് കാണാനായി ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇത് ഈ പന്തപ്ലാമൂട് പാലം, കുമ്പിച്ചൽ കടവ്, നിങ്ങൾ അമ്പൂരിൽ വന്നു കഴിഞ്ഞാൽ നെയ്യാർ ഡാം കാണാൻ വരികയാണെങ്കിൽ ഈ 2 സ്ഥലവും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ്.